ചെന്നൈയിലെ വ്യോമസേന എയർ ഷോ ദുരന്തത്തിൽ മരണം 5ആയി. സൂര്യാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 96 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിർജ്ജലീകരണം കാരണം 250-ലേറെ പേർ കുഴഞ്ഞു വീണതായും റിപ്പോർട്ടുണ്ട്. 13 ലക്ഷത്തോളം പേരാണ് മറീന ബീച്ചിലെ വ്യോമാഭ്യാസം കാണുവാൻ എത്തിയത്. 92ാമത് വ്യോമസേന ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് മറീന ബീച്ചിൽ വ്യോമാഭ്യാസ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചത്. കുടുംബങ്ങളടക്കം നിരവധി പേർ രാവിലെ 11 മണിയോടെ അഭ്യാസ പ്രകടനങ്ങൾ കാണാനെത്തിയിരുന്നു. ഒട്ടുമിക്ക ആളുകളും കനത്ത ചൂടിൽ കുടയും ചൂടിയാണ് നിന്നിരുന്നത്. ട്രാഫിക് അധികൃതരുടെ മോശം ഏകോപനമാണ് പ്രശ്നത്തിന് കാരണമെന്നും ആരോപണം ഉയരുന്നുണ്ട്. മറീന ബീച്ചിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടം പരിപാടിക്ക് ശേഷം പിരിഞ്ഞുപോകാൻ പാടുപെടുമ്പോൾ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും സമാനമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. 16 ലക്ഷത്തോളം ആളുകളെ അണിനിരത്തി ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു എയർ ഷോ സംഘടിപ്പിച്ചത്. അഭ്യാസ പ്രകടനം രാവിലെ 11 മണിക്ക് ആരംഭിച്ച് ഉച്ചയ്ക്ക് 1 മണി വരെ തുടർന്നു. വ്യോമാഭ്യാസ പ്രകടനം കാണാനായി രാവിലെ 8 മണി മുതൽ തന്നെ ആളുകൾ മറീന ബീച്ചിലേക്ക് എത്തി തുടങ്ങിയിരുന്നു. കത്തുന്ന സൂര്യനെ പോലും വകവയ്ക്കാതെയാണ് ഏവരും വ്യോമാഭ്യാസ പ്രകടനങ്ങൾ ആസ്വദിച്ചത്. പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രായമായ നിരവധി ആളുകൾ കടുത്ത ചൂട് കാരണം ബോധരഹിതരായി. ഇതിനിടെ ബീച്ചിന് സമീപത്ത് വെള്ളം വിൽക്കുന്നവരെ അധികൃതർ ഒഴിപ്പിച്ചതോടെ എയർ ഷോയ്ക്കെത്തിയവർക്ക് വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയുമുണ്ടാക്കി. ഷോ അവസാനിച്ചപ്പോൾ വൻ ജനക്കൂട്ടം കാമരാജർ ശാലയിലേക്ക് ഒരേ സമയം പുറത്തിറങ്ങാൻ ശ്രമിച്ചു. ഇത് ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുന്നതിലേക്കും നയിച്ചു. എയർ ഷോയിൽ സ്പെഷ്യൽ ഗരുഡ് ഫോഴ്സ് കമാൻഡോകളുടെ രക്ഷാപ്രവർത്തനത്തിന്റെയും ബന്ദികളെ മോചിപ്പിക്കുന്നതിന്റെയും പ്രത്യേക പ്രകടനവും ഉൾപ്പെടുത്തിയിരുന്നു.